കുറേ പേർ ഹണ്ടറിന്റെ കാര്യമായി പറയുമ്പോഴേ ചോദിക്കുന്നത് നീളം കൂടുതലുള്ളവർക്ക് ഉപയോഗിക്കാൻ പാടാണെന്നാണ്. ഭയങ്കര ഹീറ്റിംഗ് ആണ്, ട്രാഫിക്കിലൊക്കെ കൊണ്ട് നിർത്തുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇത് 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ അതിന് മറ്റു സാധനങ്ങൾ കട്ട് ചെയ്താലേ അവർക്ക് ഒന്ന് തൊന്നിട്ടിട്ട് ഈ വണ്ടി മിസൈൽ ചെയ്യാൻ പറ്റും. ജസ്റ്റ് വെള്ളം അടിക്കും, ഒന്ന് തുടയ്ക്കും, പിന്നെ ഷാമ്പൂ ഇടും, ഒന്ന് തുടയ്ക്കും, അത്രേ നടക്കുന്നുള്ളൂ. അതിപ്പം നമുക്ക് റീപെയിന്റ് അടിക്കണമെങ്കിലും ഫുൾ അഴിച്ച് സെറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അത് നല്ലൊരു സർവീസ് കോസ്റ്റ് ആണ്. ഹലോ ഫ്രണ്ട്സ്, വാക്ക് വിത്ത് നിഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഹണ്ടറാണ്. ഹണ്ടർ 350 ആണ്. ഏകദേശം ഒരു വർഷത്തോളം ആകുന്നു ഒരു ഹണ്ടർ 350 ലോഞ്ചായിട്ട്. ഒരു കുട്ടി ബൈക്കായിട്ട് റോയൽ എൻഫീൽഡ് ലോഞ്ച് ചെയ്ത വണ്ടിയാണ്. പക്ഷേ അത്ര ചെറിയ ആളല്ല. ഇത് 350cc ഉള്ള ഒരു എൻജിൻ ഈ ഒരു ബൈക്കിൽ സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ പവറും അതിൻ്റെ കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പം ഇത് ഇറങ്ങിയപ്പോഴേ ഇതിൻ്റെ ആവശ്യക്കാരേറെയായിരുന്നു. നല്ല ബുക്കിങ്, നല്ല രീതിയിൽ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബൈക്ക് റോഡിൽ കാണാൻ സാധ്യതയുള്ള ഒരു വാഹനമാണ് റോയൽ എൻഫീൽഡ് ഹണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്തത് 2 lakhs ബഡ്ജറ്റിൽ താഴെയുള്ള ഒരു വാഹനമായിട്ടാണ്. 2 ലക്ഷം രൂപയിൽ താഴെയുള്ള ഏറ്റവും അടിപൊളി ഒരു വാഹനമായിട്ട് തന്നെ റോയൽ എൻഫീൽഡ് ഹണ്ടറിനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം ശരിക്കും അത് അടിപൊളി ഒരു വണ്ടി തന്നെയാണോ? ഇതിൻ്റെ കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയാണ്? ആ ഒരു വലിയ എൻജിൻ ഈ ഒരു ബൈക്കിൽ വെച്ചപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസും അതിൻ്റെ ബാക്കി വൈബ്രേഷൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഒന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു യൂസർ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്, പതിവ് പോലെ തന്നെ. അപ്പം നമുക്ക് ഇതിൻ്റെ യൂസറിനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ, ഇതാണ് ഹണ്ടർ 350യുടെ ഓണർ. ഹായ് ബ്രോ. ഹായ്. ബ്രോയുടെ പേര്? സിബിസാം. ഓക്കെ. അപ്പം ബ്രോ ഹണ്ടർ 350 സ്വന്തമാക്കിയിട്ട് എത്ര കാലമായി? ഏകദേശം ഒരു വർഷത്തോളം അടുത്തായി. അപ്പം വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ എടുത്തതാണ്? വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് എടുത്തു. ഓക്കെ. അന്നൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ആവുന്നതിന് മുമ്പ് ബുക്ക് ചെയ്തായിരിക്കുമല്ലോ? ടെസ്റ്റ് ഡ്രൈവ് ആവുന്നതിന് മുമ്പേ ബുക്ക് ചെയ്തത്. അപ്പം ഇത് എടുത്ത് എന്താണ് അട്രാക്ട് ചെയ്തത് ഈ ഒരു ഹണ്ടർ എടുക്കണമെന്നുള്ളതിന്റെ? അട്രാക്ട് റേറ്റ് വെച്ച് നോക്കുമ്പോഴും നമുക്ക് ഒരു സാധാരണപ്പെട്ട ആൾക്ക് എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ് ഇത്. അതുമല്ല, നമുക്ക് അത്യാവശ്യം ഇരിക്കുമ്പോൾ തന്നെ ഒരു കംഫർട്ടാണ് ഈ വണ്ടി. ഓക്കെ. അത് കുഴപ്പമില്ലാത്തതുകൊണ്ട് അങ്ങനെ പോയി ബുക്ക് ചെയ്തത്. ലുക്കും എല്ലാം ഇഷ്ടപ്പെട്ടിരുന്നു? ലുക്കെല്ലാം ഏകദേശം നമുക്ക് കളറ് ഇത് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഗ്രേ ആദ്യം ബുക്ക് ചെയ്യണമെന്നായിരുന്നു കരുതിയത്. പിന്നെ ഈ കളർ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പം ഇത് എടുക്കാൻ നേരത്തെ 2 ലക്ഷം രൂപയിൽ താഴെയുള്ള ഒരു വാഹനം എന്നാണോ കൺസിഡർ? ഏകദേശം 2 ലക്ഷത്തിൽ താഴെ 1,98 ആയി എടുത്തപ്പോൾ. 1,98 ഓൺ റോഡ് പ്രൈസ് വന്നത്. ഇത് മെട്രോ വേരിയന്റ് ആണ്. റെട്രോയ്ക്ക് 1,78 ആ റേഞ്ച്, 1,80 ആ റേഞ്ച്. ഇത് ടോപ്പ് വേരിയന്റ് ആണ് വരുന്നത്. അപ്പൊ ഇതിന് 1,98. അപ്പം 1,98 ആണ് കൊടുത്തത്. അതിന് മുകളിൽ ഒന്നും ആയിട്ടില്ല. എക്സ്ട്രാ എല്ലാ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അത്രയാണോ വന്നത്? ഓക്കെ. അപ്പം ഇത് എടുക്കുന്ന സമയത്ത് വേറെ വണ്ടികളൊക്കെ നോക്കിയിരുന്നു? വേറെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു. മെറ്റോർ നോക്കിയായിരുന്നു. പക്ഷേ അത് മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടുതലാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്കത് ഒഴിവാക്കേണ്ടി വന്നു. പിന്നെ വേറെ ഏതായിരുന്നു? പിന്നെ നോക്കിയേ മറ്റേ യമഹ അങ്ങനത്തെ അങ്ങനത്തെ നോക്കിയ. പിന്നെ ലാസ്റ്റ് ഇങ്ങോട്ട് തന്നെ അത് വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയായിരുന്നു ബെറ്റർ എന്ന് കരുതി. ഇത് തന്നെ എല്ലാം വെച്ച് നോക്കിയിട്ട് അവസാനം ഇത് തന്നെ എത്തി. ഓക്കെ. അപ്പം ഇതിപ്പം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് ഇത്രയും കാലം കൊണ്ട്? 15,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പം 15,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് പറയാനുള്ള കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അറിയണം. അപ്പം ആദ്യമായിട്ട് ചോദിക്കുന്നത് ഇതിന്റെ മൈലേജ് ആണ്. കുറെ പേര് പറയുന്നു മൈലേജ് ഭയങ്കര കുറവാണ് കിട്ടുന്നത്, 30ൽ താഴെയാണ് കിട്ടുന്നത്. അപ്പോൾ ബ്രോയ്ക്ക് എത്രയാണ് കിട്ടുന്നത്? ഇപ്പം നമ്മള് ഈ ലോക്കൽ ഓട്ടോ ഒക്കെ ആകുമ്പോൾ ഒരു 37 ഏകദേശം അത്രയൊക്കെ ഉണ്ട്. 35 മുകളിലോട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ ലോങ് വന്നേച്ച് കുറച്ചുകൂടെ നമ്മള് 40 ഏകദേശം അത്ര അടുത്ത്. അത് നല്ലൊരു മൈലേജ് ആണ്. എറണാകുളം വരെ ഞാൻ ലോങ് പോയിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. ഏകദേശം 40 അടുത്ത് കിട്ടുന്നുണ്ടായിരുന്നു അന്നേരം. 350cc ഉള്ള ഒരു വണ്ടിയാണ് സ്ഥിതിക്ക് നല്ല മൈലേജ് ആണല്ലോ. അത്യാവശ്യം മൈലേജ് ഉണ്ട്. ഓക്കെ. അപ്പം സിറ്റി കിടന്ന് ഓടുവാണെങ്കിൽ 35 മുകളിലോട്ട് കിട്ടുന്നുണ്ട്. 35 മുകളിലോട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ ഡ്രൈവ് അനുസരിച്ചിരിക്കും. മറ്റേ ത്രോട്ട് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ അനുസരിച്ച് പെട്രോളിന്റെ ഇത്. പിന്നെ ഇതിന്റെ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ട അനുസരിച്ച് പലരും കമന്റ് ചെയ്ത ഒരു കാര്യമാണ് ഇതിന്റെ ഹീറ്റിംഗ് ഇഷ്യൂ. അതായത് ഭയങ്കര ഹീറ്റിംഗ് ആണ്, ട്രാഫിക്കിലൊക്കെ കൊണ്ട് നിർത്തുമ്പോൾ ബുദ്ധിമുട്ടാണ്, ഒത്തിരി ലോങ് പോകുമ്പോൾ ബുദ്ധിമുട്ടാണെന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞിരുന്നു. അത് തോന്നുന്നുണ്ട്. പക്ഷെങ്കിൽ എപ്പോഴും ഇല്ല. നമ്മൾ ഈ ആക്സിലേറ്റർ കൊടുക്കുന്നതിന്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എഞ്ചിന്റെ അത്രയും പവർ എടുക്കുമല്ലേ. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് വലിയ എപ്പോഴും ഒന്നും അത് നമുക്ക് തോന്നുന്നില്ല. വണ്ടി ഓടിക്കുമ്പോഴോ? വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെ വിഷയം അങ്ങനെ തോന്നിട്ടില്ല. ഒന്നുമില്ല. അപ്പം സിഗ്നൽ കൊണ്ടിട്ടേക്ക് ആ സമയത്ത് എഞ്ചിൻ തണുക്കുന്ന ഒരു ഇതാണല്ലോ. അപ്പോഴത്തേക്കിന് ഏകദേശം അന്നേരം കാണും. ഹീറ്റ് എല്ലാം വെളിയിലോട്ട് നമ്മുടെ എയർ ഒന്നും അടിക്കാതിരിക്കുന്നുണ്ട്. നമ്മുടെ കാലിലോട്ട് ജസ്റ്റ് ഒന്ന് അറിയുന്നുണ്ട്. ഓക്കെ. അത് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല. ഓക്കെ. അപ്പൊ ലോങ് ഒക്കെ പോകുമ്പോഴായിരിക്കുമല്ലോ ഇതൊക്കെ നോക്കിയിട്ടുള്ളത്. ലോങ് പോകുമ്പോൾ ലോങ്ങിന്റെ ഒരു കംഫർട്ട് എങ്ങനെയുണ്ട്?
ലോങ്ങിന്റെ കംഫർട്ട് എന്ന് പറഞ്ഞാൽ പുറയിൽ ഒരാളുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് റൈഡിങ് കംഫർട്ട് ഉണ്ട്, പക്ഷെങ്കിൽ എന്നാലും കുഴപ്പമില്ലാത്ത ഇതുണ്ട്. ഇതുള്ളതേ ഉള്ളൂ. ഒറ്റയ്ക്ക് പോകാൻ സുഖം. ആളുണ്ടെങ്കിൽ എങ്ങനെയാണ്? ആളുണ്ടെങ്കിലാണെങ്കിലും വിഷയമില്ല, ആൾക്കൊരു ബുദ്ധിമുട്ട് കാണും പുറയിൽ എപ്പോഴും ഇരിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കാണും നമുക്ക്. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാണ് ഒന്നും കൂടെ കംഫർട്ട് ആയത്. ബാക്ക് റെസ്റ്റ് ഇതിന് കൂടെ ഉണ്ടായിരുന്നോ? എക്സ്ട്രാ 198 കൂടാതെ പിന്നെ വെച്ചതാണ്. ഇത് വെച്ച പിന്നാണ് പുറകെ ഇരിക്കാൻ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ട് ആയത്. അല്ലെങ്കിൽ നമ്മള് കൈ കൊടുക്കുമ്പോഴത്തേക്കിന് ബാക്കിലോട്ട് മറിയുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഓടിക്കുന്ന ആൾക്ക് ബാക്കിൽ ആളിരിക്കുമ്പോൾ ആളെയും കൂടെ നമ്മള് സേഫ്റ്റി നോക്കണം, പുള്ളി അവരുടെയും കൂടെ സേഫ്റ്റി നോക്കേണ്ടി വരും. കൺസേൺഡ് ആയിട്ട് ഓടിക്കേണ്ടി വരും എപ്പോഴും അല്ലേ? ഓക്കെ. അപ്പം അല്ലാതെ ലോങ്ങിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇപ്പൊ ഒത്തിരി നേരം ഇരിക്കുമ്പം ഇപ്പൊ ഒരു കമ്പാരിറ്റീവ്ലി നോക്കുമ്പോ ചെറിയൊരു വണ്ടിയല്ലേ ഇത്? ചെറിയൊരു വണ്ടിയാണ്. നടുവേദന വരുന്നുണ്ടോ, കാലുവേദന, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ടോ? ഇപ്പം നമ്മള് ഹൈറ്റ് കൂടിയ വണ്ടി കൂടുതൽ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു വിഷയം വരുന്നത്, കാലെത്തി കുത്തുന്ന ഒരു വിഷയം വരത്തുള്ളൂ. ഇത് പക്ഷേ നമുക്ക് കറക്റ്റ് കംഫർട്ടാണ്. ഇപ്പൊ ബ്രോ എത്ര ആയിരിക്കും? 5.8. ഞാൻ 5.7. ഓക്കെ. അപ്പം കുറെ പേർ ഹണ്ടറിന്റെ കാര്യമായി പറയുമ്പോഴേ ചോദിക്കുന്നത് നീളം കൂടുതലുള്ളവർക്ക് ഉപയോഗിക്കാൻ പാടാണെന്നാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എന്റെ ചേട്ടനെ ഉപയോഗിക്കുന്നുണ്ട്. ചേട്ടന് കുറച്ച് എന്നെക്കാളും കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട്. 6 above ഉണ്ടോ? 6 above ഇല്ല, ഏകദേശം 6 അടുത്തുണ്ട്. ഓക്കെ. അപ്പം ആൾക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ്? പുള്ളി ഓടിക്കുന്നതാണ്, പുള്ളിക്കും ഇതുവരെ വിഷയങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ. നീളമുള്ളവർക്കും ഉപയോഗിക്കാം. പക്ഷെ സൈസ് ഇച്ചിരി കൂടെ കുറച്ച് സൈസ് ഉണ്ടെങ്കിൽ അവർക്ക് വണ്ടി ഇരിക്കുമ്പോ ഒരു ചെറുതായിട്ട് കാണുന്നവർക്ക് ചെറുതായിട്ട് ഇരിക്കുന്ന പോലെ തോന്നും. ചെറിയൊരു വണ്ടിയായിട്ട് തോന്നും. അല്ലാതെ ഓടിക്കുന്ന കംഫർട്ടാണ്. അപ്പം ഈ യൂസറിന് കംഫർട്ടാണ്. ഇനി വേറെ യൂസർക്ക് വേറെ അനുഭവമായിരിക്കും. അത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക, ഹണ്ടർ യൂസ് ചെയ്യുന്നവര്. ഓക്കെ. ഇനി അടുത്തതായിട്ട് ഇതിനെപ്പറ്റി ചോദിക്കാനുള്ളത് ഇതിന്റെ വൈബ്രേഷനെ പറ്റിയാണ്. അതും കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റോയൽ എൻഫീൽഡിന്റെ വണ്ടിയാണ്, അപ്പോൾ വൈബ്രേഷൻ എക്സ്പെക്റ്റഡ് ആയിരിക്കുമല്ലോ. ഏകദേശം ബുള്ളറ്റ് ആദ്യം ഇറക്കുന്ന സമയത്ത് വൈബ്രേറ്റിലാണല്ലോ ഇറക്കിയത്. ആദ്യം നമ്മൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ ബുള്ളറ്റ് വൈബ്രേഷൻ ഉണ്ട്. ഇപ്പം ഈ കാലഘട്ടത്തിൽ വന്നപ്പോഴത്തേക്കിന് ബുള്ളറ്റിന് കുറച്ച് വൈബ്രേഷൻ ഏകദേശം കുറഞ്ഞു. ഇപ്പം ഏകദേശം പുതിയ എഞ്ചിൻ വന്നു, പിന്നെ പ്ലാറ്റ്ഫോം പുതിയതാണ്. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം 80 കിലോമീറ്റർ മുകളിലോട്ട് പോകുമ്പോഴേ നമുക്കൊരു ചെറിയ വൈബ്രേഷൻ തോന്നും. പക്ഷെ അത് ഗ്ലാസിന് മാത്രമേ ആ ഒരു വൈബ്രേഷൻ വരത്തുള്ളൂ. 80 മുകളിൽ ചെല്ലുമ്പോൾ ഗ്ലാസിന് മാത്രമേ നമുക്ക് അങ്ങനെ വൈബ്രേഷൻ അറിയത്തുള്ളൂ. അല്ലാതെ നമുക്ക് റൈഡിങ്ങിന് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും. 80 മുകളിൽ എന്നുള്ളത് റെക്കമെൻഡഡ് അല്ല. സ്ഥിരമായിട്ട് നമ്മൾ അത്ര ഉപയോഗിക്കാറില്ല. നോർമൽ ഒരു യൂസിന് വൈബ്രേഷൻ ഇല്ല. പുറകിരുന്ന് യാത്ര ചെയ്യുന്നവരുടെ ഒരു ഇതെങ്ങനെയാണ്? പുറകിരുന്ന് യാത്ര ചെയ്യുന്നവർക്ക് നല്ലൊരു മുമ്പേ പറഞ്ഞ ഇല്ലാത്ത പ്രശ്നം മാത്രമേ ഉള്ളായിരുന്നു. വന്നപ്പോഴത്തേക്കിനും ഓക്കെ. യാത്ര കഴിയുമ്പോൾ ഒരു ചെറിയ ക്ഷീണം കാണുമായിരിക്കും, സ്വാഭാവികം. അത് ലോങ് പോകുമ്പോഴുള്ള ആ വിഷയം മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഈ ലൊക്കേഷൻ കൊള്ളാണ്ട് പിന്നെ അല്ലാതിരുന്ന് പോകാനൊക്കെ നല്ലതാണ്. ഓക്കെ. അപ്പം ഇത് കുറച്ച് റോയൽ എൻഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെയിറ്റ് കുറഞ്ഞ വണ്ടിയാണ്. പക്ഷേ നോർമൽ ബൈക്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വെയിറ്റ് ഉണ്ട്. നമുക്ക് ചില ബ്ലോക്കുകളിൽ പെടുമ്പോഴാണ് അതിന്റെ അറിയത്തുള്ളൂ. പുറയിൽ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ബുദ്ധിമുട്ട് അറിയാം. അല്ല, ആളില്ലാത്ത സമയത്താണെങ്കിലും അത്യാവശ്യം നല്ലൊരു ബ്ലോക്ക് ആണെങ്കിൽ അറിയാമല്ലോ, നമ്മുടെ ഇപ്പോഴത്തെ ഇടയ്ക്കൂടെ കയറാൻ പോകാനുള്ള ബുദ്ധിമുട്ട് ഇടയ്ക്ക് തോന്നും ചെറുതായിട്ട് ട്രാഫിക്കിലൊക്കെ. അത്ര ബ്ലോക്ക് ആണെങ്കിലേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ, കാര്യമായിട്ടില്ല. ഓക്കെ. അപ്പം ഇത് 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പം അത്രയും കാലത്തെ ഒരു സർവീസിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെന്നുണ്ട്. അപ്പം എത്ര സർവീസ് ചെയ്തിട്ടുണ്ട്? ഇപ്പം ഏകദേശം 4 സർവീസായി. 4 സർവീസ് ചെയ്തു ഇതുവരെ. ഓക്കെ. അപ്പൊ സർവീസിന്റെ കോസ്റ്റ് നമ്മുടെ വണ്ടിയുടെ ഉപയോഗം വെച്ച് സത്യം പറഞ്ഞാൽ ഇരിക്കും. പിന്നെ നമ്മുടെ മിനിമം ഓയിൽ മാറുന്ന സർവീസ് കോസ്റ്റ് മാത്രമേ അല്ലാതെ വരുന്നുള്ളൂ. ഓയിൽ മാറുന്ന സർവീസ് മാത്രമേ നമുക്ക് കൂടുതലും വരുന്നുള്ളൂ. ഈ 4 പ്രാവശ്യം ഓയിൽ മാറിയോ? 4 പ്രാവശ്യം ഓയിൽ മാറി. 15,000. അപ്പൊ ആദ്യത്തെ എപ്പോഴായിരുന്നു? 1000 ഓയിൽ മാറുന്നില്ലല്ലോ. 1000 ഓയിൽ മാറുന്നില്ല. സെക്കൻഡ് സർവീസിനാണ്. അത് എത്ര? 5,000 ചെയ്തോ? 5,000 ആദ്യം ചെയ്തായിരുന്നു. പിന്നെ സെക്കൻഡ് സർവീസിനാണ് ഓയിൽ മാറി. ഓക്കെ. അതായത് 5,000 ഓയിൽ മാറി. 5,000 ഓയിൽ മാറി. പിന്നെ 10,000 മാറി. 10,000. ഇപ്പൊ 3 പ്രാവശ്യം മാറി. 3 പ്രാവശ്യം മാറി. ഓക്കെ. അപ്പൊ 4 സർവീസ്, 3 ഓയിൽ ചേഞ്ച്. അപ്പം നോർമലി സർവീസസിനൊക്കെ കയറ്റുമ്പോൾ എത്രയാണ് എമൗണ്ട് വരുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ ഏകദേശം 1,500-2,000 അടുത്തായി. ഓക്കെ. ആ ഒരു റേഞ്ച് ഉള്ളൂ. പിന്നെ നമ്മുടെ സ്പെയർ എന്തെങ്കിലും പോയിട്ടുള്ളെങ്കിൽ അതിന്റെ എക്സ്ട്രാ പേയ്മെന്റ് വരുന്നു. അങ്ങനെ സ്പെയർസിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നോ ഈ ഒരു കാലയളവ് കൊണ്ട്? ജസ്റ്റ് ഒന്ന് നമ്മുടെ കയ്യിൽ നിന്ന് സ്കിഡ് ആയിരുന്നു.
അപ്പോൾ ഹാൻഡിലിന്റെ ആ ഒരു പുതിയ ഹാൻഡിൽ വെച്ചേക്കുന്നു. ഓക്കെ, ആ ഒരു അത് മാറിയിട്ടുണ്ട് ഹാൻഡിൽ. അതിന്റെ കോസ്റ്റ് മാത്രമേ എക്സ്ട്രാ ആയിട്ടുള്ളൂ. ഓക്കെ. അതിനൊക്കെ എന്തോ പാർട്സിന്റെ ഒക്കെ വിലയൊക്കെ എങ്ങനെയാണ്? അത് ബ്രദറാണ്. വലിയ കൂടുതലായിട്ടില്ല. ഓക്കെ. അല്ലാതെ സർവീസിന് കൊണ്ട ചെല്ലുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലൈൻസ് പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? കംപ്ലൈൻസ് അങ്ങനെ ഇതായിട്ടൊന്നും ആയിട്ടില്ല. പുതിയ വണ്ടിയല്ലേ, ഇപ്പൊ നമ്മൾ 15,000 ഓടിയിട്ടുള്ളൂ. പിന്നെ അതുമല്ല 15,000 ഇപ്പൊ നമുക്ക് പുതിയ ടയർ മാറിയിട്ടുണ്ട്. ടയർ പുതിയതാണ്. ഓക്കെ. ഇത് അപ്സൈസ് ചെയ്തോ? ഇല്ലില്ല, അത് തന്നെ സെയിം സൈസ് തന്നെ. ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ പുതിയത് ടയർ ഇട്ടത്. 15,000 വരെയാണ് ഫസ്റ്റ് ടയർ കിട്ടിയത്. ടയർ 15,000 വരെ കിട്ടിയത്. ഓക്കെ. ടയർ ചേഞ്ചിന്റെ എക്സ്പെൻസ് ഒക്കെ എത്ര? 4,500 ഏകദേശം അടുത്തായി വന്നിട്ടുണ്ട്. ഓക്കെ. എങ്ങനെ കൂടിയ ടയറാണ് ഇട്ടേക്കുന്നത്? ആണ്. ഓക്കെ. അപ്പം യാത്രയുടെ കംഫർട്ടും ഒക്കെ കാര്യങ്ങൾ നമ്മുടെ റൈഡിന് ഇതാണ് ബെറ്റർ എന്ന് തോന്നി അതിട്ടു. ഓക്കെ. ഓക്കെ. അല്ലാതെ റൈഡൊക്കെ പോകുമ്പോൾ ബ്രേക്കിങ്ങിന്റെ ഒരു കംഫർട്ടൊക്കെ എങ്ങനെയുണ്ട്? ബ്രേക്കിങ്ങിന്റെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് ആണ് അവർ ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്രണ്ട് ബ്രേക്കിംഗ് കൊണ്ട് മാത്രം ഇല്ല, അങ്ങനെ ഫ്രണ്ട് ബ്രേക്ക് മാത്രം പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം സ്കിഡായി വീഴാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് അപ്ലൈ ചെയ്യാണ്. അപ്പം ABS ഒക്കെ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നു. നല്ല സ്കിഡ് ഒന്നും അങ്ങനെ അല്ലാതെ വന്നിട്ടില്ല. ഇല്ല, സ്കിഡ് അങ്ങനെ സ്കിഡ് ആയിട്ടില്ല. ജസ്റ്റ് ചരലിനാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കയ്യിലല്ലല്ലോ, പ്രതീക്ഷിക്കാത്തൊരു പ്രശ്നം. ഓക്കെ. ഓക്കെ. അല്ലാതെ വേറെ പാർട്സിന്റെ സർവീസിന് കൊണ്ടുപോയപ്പോഴത്തെ വേറെ എക്സ്പെൻസുകൾ എല്ലാ സർവീസുകളും ഈ 2000 റേഞ്ചിൽ താഴെ നിന്നുമല്ലോ? 2000 റേഞ്ചിൽ താഴെ നിന്നു. ഓക്കെ. അപ്പം വേറെ ഹണ്ടർ യൂസ് ചെയ്യുന്ന കൂട്ടുകാരൊക്കെ കാണുമല്ലോ? നമ്മുടെ അറിയാവുന്നവരുണ്ട്, പക്ഷെ അത്ര അറ്റാച്ച്ഡ് അല്ല. എന്നുവെച്ചാൽ അവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണോ റോയൽ എൻഫീൽഡ് ഹണ്ടർ തരുന്നത്? അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണെന്നാണ് ഇതുവരെയുള്ള അറിവ്. അങ്ങോട്ടുള്ള ഓരോരുത്തരുടെ അഭിപ്രായങ്ങളല്ലേ നമ്മൾ അതിനെ. അല്ല, ഇപ്പൊ ഞാൻ ചോദിക്കാൻ കാരണം ഈ ഹിമാലയൻ ഉണ്ടല്ലോ, ഹിമാലയൻ ഒക്കെ എപ്പോഴും സ്ഥിരം കംപ്ലൈന്റ് വരുന്ന വാഹനങ്ങളായിരുന്നു നേരത്തെ ഹിമാലയൻസ് ഒക്കെ. പുതിയ ഹിമാലയൻ വരുന്നതിന്റെ വലുതായിട്ട് അറിയില്ല. നേരത്തെയുള്ള ഹിമാലയൻ ഭയങ്കര കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ അതുപോലെയുള്ള ഒരു ഇതല്ല പുതിയ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന വാഹനങ്ങൾക്ക്. അപ്പൊ ഇതിനും പ്രശ്നമില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന് ഇതുവരെ പ്രശ്നങ്ങൾ എനിക്ക് തന്നിട്ടില്ല. ഓക്കെ. 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 ഇനി അടുത്തതായിട്ട് റോയൽ എൻഫീൽഡിന്റെ പോരായ്മകൾ അല്ലെങ്കിൽ കുറവുകൾ എന്തൊക്കെയാണ്? ഇന്നതോടെ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. കുറവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രാഷ് കാർഡോ കാര്യങ്ങളോ ഒന്നും അവര് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് തന്നിട്ടില്ല. അപ്പം നമുക്ക് 2 ലക്ഷത്തിൽ താഴെ വിൽക്കാൻ വേണ്ടിയാണ് അവര് നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് കൂടുതൽ നമുക്ക് തരാതിരുന്നത്. ഒന്നും നമുക്ക് അതിന് തന്നിട്ടില്ല. ഇതെല്ലാം നമ്മൾ ഇപ്പം ഇത് തന്നെ പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്യാൻ വെച്ചതാണ്. അതിന്റെ സർവീസ് നമുക്ക് സെപ്പറേറ്റ് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. പിന്നെ ഫ്രണ്ടിലെ ഗ്രില്ല് സെപ്പറേറ്റ് അവർക്ക് തരായിരുന്നു. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു 198 അവർക്ക് വണ്ടി സെയിൽ ചെയ്യണം. അപ്പൊ അതിന് മറ്റേ സാധനങ്ങൾ കട്ട് ചെയ്താലേ അവർക്ക് 198 ഈ വണ്ടി സെയിൽ ചെയ്യാൻ പറ്റും. വേണ്ടവർക്ക് വേണമെങ്കിൽ വാങ്ങിച്ചു വെക്കാം. അതുപോലുള്ള വിഷയങ്ങളുണ്ട്. പിന്നെ ക്രാഷ് കാർഡ് ഇല്ല, അതിപ്പോഴും ഞാൻ വെച്ചിട്ടില്ല. ക്രാഷ് കാർഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ ജോലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സമയമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അത് വെച്ചിട്ടില്ല. ഇനി അടുത്ത ആഴ്ച വെക്കണമെന്നാണ്. ഓക്കെ. സമയത്തിന്റെ കാര്യം പറയുമ്പോൾ ചോദിക്കുകയാണ്, സർവീസിന്റെ ഒരു അനുഭവമാണ് നമുക്ക് അറിയേണ്ടത്. റോയൽ എൻഫീൽഡിന്റെ സർവീസ് പലരും പരാതി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമായിരുന്നു. റോയൽ എൻഫീൽഡ് ഷോറൂം സർവീസ് ഇപ്പൊ എങ്ങനെയുണ്ട് സർവീസിന്റെ? ഇപ്പം സർവീസ് പുതിയ ആൾക്കാർ വരുമ്പോഴത്തേക്കിന് ഏകദേശം സർവീസിന്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പം പലയിടത്തും എല്ലാരും മാറി മാറിയല്ലേ വർക്ക് ചെയ്യുന്നത്. പുതിയ ആളാണെങ്കിൽ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അവരങ്ങ് മാറും. ഇതുവരെ കൊടുത്തിട്ട് എനിക്ക് സർവീസിന്റെ കംപ്ലൈന്റ് പറയാൻ വന്നിട്ടില്ല. ഇതുവരെ വലിയ ഉള്ളതെന്ന് പറഞ്ഞാൽ വാഷിങ്ങിന്റെ വിഷയം മാത്രമേ ഉള്ളൂ. സ്വന്തമായിട്ട് ചെയ്താൽ അതായിരിക്കും പറ്റുക. അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല, വാഷിങ് മാത്രം. പിന്നെ നമ്മൾ ചെല്ലുമ്പോഴായിരിക്കും അവർ വാഷ് ചെയ്യാൻ കയറ്റുന്നത്. അതും ജസ്റ്റ് വെള്ളം അടിക്കുന്ന വെള്ളമായിരിക്കും. ഓക്കെ. അത് മിക്ക ഷോറൂംസിലും നമ്മുടെ പണ്ട് ഹോണ്ട ആക്റ്റീവ് ഒക്കെ ഹോണ്ടയുടെ സർവീസ് അതുപോലെ കണ്ടമാന വണ്ടികളാണ് അവിടെ ചെന്നുകൊണ്ടിരിക്കുന്ന സർവീസിന്. അവർക്ക് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ വാഷ് ചെയ്യാതൊക്കെ എങ്ങനെയും ഒപ്പിച്ചൊക്കെ വിട്ടങ്ങ് വിടും. ജസ്റ്റ് വെള്ളം അടിക്കും, ഒന്ന് തുടയ്ക്കും, പിന്നെ ഷാമ്പൂ ഇടും, ഒന്ന് തുടയ്ക്കും, അത്രേ നടക്കുന്നുള്ളൂ. വാഷിംഗ് പറയുന്നത് അവർ പറയുന്നത് ഈ സർവീസിനോട് ഇൻക്ലൂഡഡ് ആണ്. ഫ്രീ ആണ്. പക്ഷേ അടുത്ത പെയ്ഡ് സർവീസ് വരുമ്പോഴത്തേക്ക് നമ്മുടെ സെപ്പറേറ്റ് വാഷിങ്ങിന് പേയ്മെന്റ് വാങ്ങിക്കും. എത്രയൊക്കെ മേടിക്കാറുണ്ട് അതിനൊക്കെ? അതുവരെ പെയ്ഡ് സർവീസ് ആയിട്ടില്ല. ഇപ്പം ഫ്രീ സർവീസ് ആണ് കഴിഞ്ഞിരിക്കുന്നത്. ഓക്കെ. അതിനകത്ത് മേടിക്കുന്നതാണ്. ഓക്കെ. അപ്പം അതൊക്കെയാണ്. അല്ലാതെ പോരായ്മകൾ എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പോരായ്മകൾ പ്രത്യേകിച്ച് അതായത് മറ്റേ നമുക്ക് വിഷയമില്ല. പുതിയ ഒരാള് ഉപയോഗിക്കുന്ന എങ്ങനെയാണ് അവർക്ക് ആ ഒരു പെർഫെക്ഷൻ ഉപയോഗിക്കുന്ന അനുസരിച്ചിരിക്കും. അതിന്റെ അനുസരിച്ചിരിക്കും. അല്ലാതെ പോരായ്മകളായിട്ട് ഒന്നും തോന്നിയിട്ടില്ല.
നല്ലൊരു വണ്ടി തന്നെയാണ്. പുതിയ തലമുറയ്ക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വാഹനം. ഇപ്പോഴത്തെ വണ്ടികൾ 2 ലക്ഷത്തിൽ താഴെ കിട്ടുന്ന ഒരു വാഹനം. അതെ, 2 ലക്ഷത്തിൽ താഴെയുള്ള ചെറിയൊരു ആക്റ്റീവ ആണെങ്കിലും 1.5 ലക്ഷം രൂപ ആക്റ്റീവ് എടുക്കണമെങ്കിൽ സർവീസും അതുപോലെ പൈസയാവുന്നു. സർവീസും അതുപോലെ തന്നെ മെയിൻ്റെനൻസ്. ഓക്കെ, അപ്പോൾ 2 ലക്ഷം രൂപ താഴെ പറ്റിയ ഒരു വാഹനമാണെന്ന് യൂസർ വാങ്ങിച്ച ആൾ പറയുന്നു. ഓക്കെ, അപ്പോൾ അതല്ലാതെ എന്തെങ്കിലും പോരായ്മകൾ, നെഗറ്റീവ്സ് വേറെ എന്തൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഈ ഒരു വൈറ്റിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അത് ബ്രദർ ഇതിന്റെ പുറത്ത് മറ്റേ കവർ ഇട്ടിരുന്നു, ബാഗ് ഇട്ടിരുന്നു. അപ്പം ആ ബാഗ് വെള്ളം പിടിച്ച് ഇവിടെ ഇത്രയും സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ അറിയാം ഒരു പാട് സൈഡില്. അതിപ്പം നമുക്ക് റീപെയിന്റ് അടിക്കണമെങ്കിലും ഫുൾ അഴിച്ച് സെറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അത് നല്ലൊരു സർവീസ് കോസ്റ്റ് ആണ്. അപ്പം കൂടുതൽ ആൾക്കാരും അതിന്റെ പുറത്ത് ബാഗ് ഉപയോഗിക്കാതിരിക്കുക, സാധനങ്ങളൊന്നും വെക്കാതിരിക്കുക, അത്രേ ഉള്ളൂ പറയാൻ. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, കോട്ടിങ് ഞാൻ ചെയ്തിട്ടുണ്ട് പുറത്ത്. ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്. അത് നേരത്തെ ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു പ്രശ്നം വരത്തില്ലായിരുന്നു. ഓക്കെ, അപ്പൊ പിന്നെ അതൊക്കെ കുറച്ച് റോയൽ എൻഫീൽഡിന്റെ കൂടെ പുറപ്പായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഈ ക്വാളിറ്റിയുടെ കുറച്ച് പെയിന്റിന്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ആ ഒരു പ്രശ്നം വരും. വേറെ എന്തെങ്കിലും ക്വാളിറ്റിയുടെ പറയാനായിട്ടുണ്ടോ റോയൽ എൻഫീൽഡിന്റെ എന്തെങ്കിലും റസ്റ്റിംഗ് ഇഷ്യൂസ് ഒന്നും വന്ന് കാണില്ല? പ്രശ്നം വന്നിട്ടില്ല, അങ്ങനെ സൈഡിലൊന്നും കുഴപ്പമില്ല. പെയിന്റ് കട്ടോ അങ്ങനെ പെയിന്റ് കട്ട് ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ പെയിന്റ് കട്ട് അങ്ങനെ വന്നിട്ടില്ല. ഓക്കെ, നമ്മുടെ കമന്റിൽ ഒരാൾ പറഞ്ഞിരുന്നു പെയിന്റിന്റെ എന്തോ ഹീറ്റ് ആയിട്ട് പൊരിഞ്ഞിളകുന്ന ഒരു ഇഷ്യൂ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, ഇപ്പം ലോങ് ഡ്രൈവ് പോകുന്നതിന്റെ അല്ലെങ്കിൽ അത്രയും വെയിലത്ത് വാഹനം അത്ര ഒരു വെയിലത്തായിരിക്കണമല്ലോ പൊട്ടിയിളകണമെങ്കിൽ. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് വന്നിട്ടില്ല. അല്ലാതെ ബാക്കി സൈഡിലെ ക്വാളിറ്റീസിലൊന്നും ഇഷ്യൂസ് തോന്നിയിട്ടില്ല. ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ അറിയാലോ, ഇതുവരെ വാഹനം പ്രശ്നമൊന്നും എനിക്ക് തന്നിട്ടില്ല. പിന്നെ ഈ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അത് ആൾക്കാരെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു അല്ലേ? അവർക്കും സജസ്റ്റ് ചെയ്യുന്നു, തെറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ ബ്രോ, ഇപ്പം ഇതിനും മറ്റേ ഇൻഡിക്കേറ്റർ ഡ്യുവൽ ഇൻഡിക്കേറ്റർ കീ ഊരി കഴിഞ്ഞാൽ ഓൺ ആയിട്ടിരിക്കുമോ? കീ ഊരി കഴിഞ്ഞാൽ ഓൺ ആയിട്ടിരിക്കില്ല, ഓഫ് ആവും. ഓക്കെ, നമുക്ക് പുതിയ B6 അതായത് ഇപ്പോൾ വരുന്ന വണ്ടികൾക്ക് വണ്ടി ഓഫ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഓൺ ആയിരിക്കുന്ന ഒരു ഫംഗ്ഷൻ നമ്മുടെ സൂപ്പർ മെറ്റിയോറിലും ഇപ്പോൾ ഇറങ്ങുന്ന വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് തന്നു. താങ്ക് യു ബ്രോ. ഹണ്ടർ ഉപയോഗിക്കുന്ന ഒരാളുടെ യൂസർ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ കേട്ടത്. ആള് സന്തുഷ്ടനാണ്. ഇത്രയും ഒരു വർഷക്കാലം 15,000 കിലോമീറ്റർ ഓടിച്ചിട്ടും വണ്ടി ഓക്കെയാണ്, അതിൽ ഹാപ്പിയാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മുടെ ഇത് യൂസർ എക്സ്പീരിയൻസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.